ഇതിൽ കല്യാണം കഴിയാത്ത ഞാനേ ഉള്ളൂ, അതുകൊണ്ട് ഇവര് പറയട്ടെ. ഫസ്റ്റ് ലവിന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഫസ്റ്റ് ലവ് 6ാം ക്ലാസ്സിലായിരുന്നു. വാട്ട് എ പിറ്റി മാൻ. ഇത് 15 കഥ. അങ്ങനെ അവസാനം ഇപ്പൊ കല്യാണം കഴിച്ച ആള് മാത്രമാണ് ഓക്കെ പറഞ്ഞത്. സ്ലാങ് പ്രശ്നമാവാറുണ്ടോ? കാരണം തൻവിയുടെ മലയാളത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, തൻവി പറയുന്ന രീതിക്ക്. ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് സിനിമ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ആദ്യമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത് മലയാളത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇപ്പം ബാംഗ്ലൂരിലാണ് ജനിച്ച് വളർന്നത്. അപ്പൊ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് ഇപ്പം സംസാരിക്കുന്ന സമയത്ത് കന്നഡ അറിയാം. അതാണ് അപ്പൊ മലയാളം അറിയാം. അല്ല, മലയാളം വേറെ പോലെ ഇരിക്കണം. എന്റെ നാ കന്നഡേന്റെ നാ തോന്നുന്നു, അതിന്റെ നാ അങ്ങനത്തെ ചെറിയ ഡിഫറൻസസ്. പക്ഷെ ഇതൊക്കെ ഓരോ അപ്പൊ അങ്ങനത്തെ ഓരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ആൾക്കാർ പറയുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് ഞാനിപ്പം ഓൾമോസ്റ്റ് 4 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് ഞാൻ ലിറ്ററലി എൻ്റെ റൂംമേറ്റിന്റെ കൂടെയൊക്കെ കൂടുതലും മലയാളത്തിനെ പറ്റി ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട്, നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ. പിന്നെ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ മലയാളം അതും കൊച്ചി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിൽ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണം എനിക്ക് ശരിക്കും കിട്ടിയത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഇവർ സ്ക്രിപ്റ്റ് തരുന്നത് മുഴുവൻ മലയാളത്തിൽ. അപ്പൊ ആ ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ട് എനിക്ക് അക്ഷരം വായിച്ചു പഠിക്കാൻ. സൈചേട്ടന് ഈ പ്രശ്നമുണ്ടോ? മലയാളം പ്രോപ്പർ ആയിട്ട് മലയാളം സ്ലാങ് വരാത്ത പ്രശ്നം? ഹിന്ദിയാണ് കൂടുതൽ. എന്ത് പള്ളി? മമ്പറംപള്ളി എന്ന് പറഞ്ഞാല് അല്ല, മമ്പറംപള്ളി എന്നല്ലേ. എനിക്ക് ആ പ്രശ്നമുണ്ട്. പക്ഷെ മലയാളം വായിക്കാൻ അറിയാം, എഴുതാൻ അറിയില്ല. എഴുതാറിയില്ല? ഇല്ലില്ല. കൊച്ചിലെ ഞാൻ ജനിച്ചത് ഇവിടെ ആയിരുന്നു, പക്ഷെ വളർന്നതൊക്കെ മഹാരാഷ്ട്രയില്. അപ്പൊ ഒരു 3-3.5 വയസ്സുള്ളപ്പോഴത്തേക്കും ഒരു ആശാട്ടിയമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ കുറെ പിള്ളേര് മറ്റേ മണ്ണിൽ എഴുതി പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു. പിന്നെ ഈ വായിച്ചും എഴുതിയും പ്രാക്ടീസ് പിന്നെ വിട്ടുപോകില്ല. വെച്ചാൽ അവിടെ നമുക്ക് മലയാളം ലാംഗ്വേജ് ഇല്ല, വീട്ടിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം കേൾവിയും സംസാരവും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ സാറ്റലൈറ്റ് ചാനൽസ് ഒക്കെ വന്നതിന് ശേഷം ആണ് ഈ മലയാളം പ്രോപ്പർ നമുക്ക് ഒരു ഫുൾ ചാനൽ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എന്താണ് റീകളക്ട് ചെയ്ത് അങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മലയാളം വായിക്കൽ ഇപ്പം വലിയ കുഴപ്പമില്ല. പക്ഷേ സ്ലോ ആണ്. സ്ക്രിപ്റ്റൊക്കെ എനിക്ക് ഇപ്പം സാധാരണഗതിയിൽ ഒരാൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് വായിക്കാവുന്നത് എനിക്കൊരു 1 മാസം എടുക്കും. അത് വല്ലാത്ത സ്ലോ ആണ്. അത് ഭയങ്കര സ്ലോ ആണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു 5-10 സീൻ വായിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. കാരണം ഇത് പെറുക്കി പെറുക്കി വായിക്കണം. മനസ്സിലാവാത്ത ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അഭിനയിച്ച പല ഹിറ്റ് പടങ്ങളുടെയും സ്ക്രിപ്റ്റിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആട് ടു കുറെ സമയം എടുത്ത് എനിക്ക് വായിക്കാൻ. പക്ഷെ അത് ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം വായിച്ചു തുടങ്ങിയത്. അപ്പം വായിച്ചു തീർത്തേ പറ്റുള്ളൂ. അപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. കുത്തിയിരുന്ന് വായിച്ചു. ആട് 2നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ആട് 3 ഏപ്രിൽ ലാസ്റ്റ് ഷൂട്ട് തുടങ്ങും. ഡിസംബറിലായിരിക്കും റിലീസ്. ക്രിസ്മസിനായിരിക്കും റിലീസ് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ അടുത്ത് ജയേട്ടനും മിഥുൻ മാനുവലും ഒക്കെ കൂടി പുതിയ സിനിമ തുടങ്ങും. അല്ലല്ല, അത് വേറെ സിനിമയാണ്. മിഥുനൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് സെയിം ടീമാണല്ലോ ഒരുവിധം നോക്കുമ്പോ. വിനായകനും അല്ല, അത് അതിനകത്ത് അഭിനയിക്കാത്ത ആൾക്കാരൊക്കെ ഈ ആടിലുള്ള ആൾക്കാരൊക്കെ എന്റെ ആ പൂജയ്ക്ക് ചെന്നിരുന്നു. അതായിരിക്കും എല്ലാരും നിങ്ങള് ജയസൂര്യയും വിനായകനുമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പൊ അതിനകത്ത് വേറെ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ ഇറ്റ്സ് ബീൻ 20 years ഓഫ് സിനിമ ജീവിതമാണല്ലോ. അപ്പൊ കൂട്ടത്തില് സീനിയർ സൈചേട്ടനാണ്. ഇവര് 3 ആളും ജൂനിയർ ആണ്. അപ്പൊ സൈചേട്ടൻ ഇതിന്റെ അഭിലാഷത്തിന്റെ പ്രൊമോഷന് പോയ സമയത്ത് പറഞ്ഞു ഞാൻ കേട്ടു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളത്, അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇറങ്ങുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ പോക്കറ്റ് നല്ല കനമുള്ളതാണെങ്കിൽ വേണം പോവാൻ, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന്. അതുപോലെ നമ്മൾ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ഇപ്പൊ അതർ ദൻ ആക്ടിങ് റിലേറ്റഡ് കാര്യങ്ങൾ, കുറച്ച് ലൈഫ് മോറൽസ് എന്നൊക്കെ പറയുന്ന, വാല്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ അതെന്തൊക്കെയാ ഇപ്പൊ ഇവർക്ക് 3 ആൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ? ഇവർക്ക് 3 ആൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഘട്ടം ഇവരുടെ 3 പേരും കഴിഞ്ഞു. അതായത് ഇപ്പം
ഷംസു ആണ് റിലേറ്റീവ്ലി പടങ്ങൾ ചില ഡയറക്ടർ ആയത് കാരണം പുള്ളി 3 പടം ചെയ്തിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് നമ്മുടെ ആന്തോളജി 3 പടം ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ഈ 3 പടത്തിൽ നിന്നും നല്ല എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. അതായത് എങ്ങനെയായിരിക്കും ഈ കരിയർ നമ്മൾ സെലക്ട് ചെയ്താല് പ്രശ്നങ്ങൾ വരിക, ഇതെല്ലാം പുള്ളി ഓൾറെഡി നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേപോലെ തൻവിയും അർജുൻ, പിന്നെ ഓൾറെഡി അർജുൻ്റെ അച്ഛൻ ഇതേ കരിയറിലുള്ള ഒരാളായത് കാരണം ചിലപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ സിനിമ വന്ന സമയത്ത്, ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത്, ഞാൻ അന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന സമയമാണ്. ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിനിമയിൽ വരുന്നത്. സിനിമ വന്നു, ഭയങ്കര സ്നേഹമാണ് എന്നോട് എല്ലാവർക്കും. ഞാൻ അപ്പോഴത്തെ ഹീറോ ആണല്ലോ. അപ്പം എല്ലാവരും എന്നെ കാണുന്നവർ ചില കുറേ പേരൊക്കെ മോനെന്നൊക്കെ വിളിക്കുകയുള്ളൂ. അപ്പം ഞാനൊരു ദിവസം എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാണ്ടാക്കി. എന്താടാ? എന്നെ കേരളത്തിൽ വളർത്തിയാൽ മതിയായിരുന്നു. എന്ത് സ്നേഹമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചിരിച്ചു. അപ്പം പിന്നെയാണ് ചിരിയുടെ അർത്ഥം മനസ്സിലായത്, ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ. ഇത് പടം റിലീസായി, പടം വർക്കൗട്ടായില്ല. അതുവരെയും എന്നെ റെഗുലർലി കോൺടാക്ട് ചെയ്തിട്ടിരുന്ന ആൾക്കാർ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ പിറ്റേ ദിവസം തൊട്ട് വിളിക്കാണ്ടായി. സീരിയസ്ലി. അതായത് ഈ മോനെന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനത് താനെ മനസ്സിലാക്കിക്കോളൂ എന്നുള്ള ചിരിയായിരുന്നു അമ്മയുടെ അന്ന്. അമ്മയുടെ ചിരിയുടെ അർത്ഥം കുറെ നാൾ കഴിഞ്ഞിട്ട് മനസ്സിലായത്. അപ്പൊ ഈ ഞാനപ്പം പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ സക്സസ് വെച്ചിട്ട് ഒരാളെ അളക്കാൻ പോവുകയോ അല്ലെങ്കിൽ ആ ഇത് വെച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യല്ലേ. ഇപ്പം അതേ ചോദ്യം ഞാൻ ഷംസുവിനോട് ചോദിക്കുകയാണെങ്കിലേ, ആസ് ഡയറക്ടർ ആവാൻ ഇഷ്ടമുള്ള ഇപ്പൊ സക്രിയയ്ക്കും ഷംസുവിനും ഒക്കെ ശേഷം നിങ്ങളുടെ കോളേജിൽ നിന്ന് ഇപ്പൊ ചിലപ്പോൾ സിനിമയോട് സ്നേഹം തോന്നി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ വന്ന് ഇക്ക ഇങ്ങനെ സിനിമയെ പറ്റി പറ, അല്ലെങ്കിൽ എന്താ ഞങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുക? അല്ല, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ഓക്കെ എന്നുള്ളതാണ്. മീൻസ് നമ്മളൊരു പോയിന്റിൽ എത്തും വരെ നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വരുന്ന ചുറ്റുപാടുകളും ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. ഇപ്പം എൻ്റെത് വെച്ചിട്ട് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. ചില ആളുടെ ഇപ്പം ഒരാൾ സ്മാർട്ട് വർക്ക് ആയിട്ടായിരിക്കും വരുന്നത്, ചില ഹാർഡ് വർക്ക് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരാൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും അയാളുടെ നിലനിൽപ്പും അയാളുടെ മിടുക്കും അയാളുടെ സാമർത്ഥ്യം, അയാൾ എത്തിപ്പെടുന്ന ആൾക്കാരും, അയാൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അയാൾ ഏത് റൂട്ടിലൂടെ പോകുന്നു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്ക് ഒരാളോട് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും സിനിമയിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെയാണ് സിനിമ സർവൈവ് ചെയ്യാനുള്ളത്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി സിനിമയിൽ എത്താൻ സുഖമായിരിക്കും, പക്ഷെ നിൽക്കാൻ കുറച്ച് പാടാണ്. സർവൈവൽ പാടാണ്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ ഫോർകാസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പഠിക്കണം. ഇല്ല, ആ സമയത്താണ് നമുക്ക് സാമ്പത്തികം വേണ്ടത്. നമുക്ക് വർക്ക് ഇല്ലാണ്ടാവും സർവൈവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അപ്പം അതാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. പോക്കറ്റ് പോക്കറ്റ്. എല്ലാ സിനിമ ലൊക്കേഷൻ ആണെങ്കിലും ഏറ്റവും ലാസ്റ്റ് പേയ്മെന്റ് എഡീസിനായിരിക്കും. പേയ്മെന്റ് ആഗ്രഹവും പോണണ്ടാന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. ഇടയ്ക്ക് ചോദിക്കും, മച്ചാനെ കിട്ടിയിട്ടില്ല, കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെങ്കിലും പറയാം, പേയ്മെന്റ് കയറിയാലും നമ്മള് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തടസ്സം നിക്കാം, ഡബിന് വന്നെങ്കിൽ കാശുണ്ടെന്നൊക്കെ. പക്ഷെ ഇവര് തീരണ വരെ, റിലീസ് വരെ, റിലീസിന് ശേഷമായാലും ഇവര് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഉള്ളിലുള്ളൊരു ഫയറാണ്. ആ ഗ്യാപ്പാണ് സേജോട്ടൻ പറഞ്ഞ പോക്കറ്റ് എങ്ങനെയെങ്കിലും ഫുള്ളല്ലെങ്കിലും ജീവിച്ചു സർവൈവലിനുള്ളത് കയ്യിൽ വെച്ചിട്ട് വേണം അല്ലേ. ഇപ്പം ഷംസുവിന് കമ്പാരിറ്റീവ്ലി ഫോർ എ ബിഗിനർ ഒരു ഭയങ്കര വലിയ എന്താ പറയാ തുടക്കമാണ് കിട്ടിയത്. ഇപ്പൊ നമ്മള് പറയുമ്പോൾ മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമ, അത് ദുൽഖർ സൽമാന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ. അതിൽ ദുൽഖർ ക്യാമിയോ റോളിൽ വരുന്നു, ദുൽഖറിന്റെ പാട്ട് വരുന്നു, ഇങ്ങനെ. അപ്പൊ ഈ മണിയറയിലെ അശോകനെ കുറിച്ച് നോക്കുമ്പോൾ അതില് ഞാൻ കണ്ട ഒരു കമന്റ് ആണ് കേട്ടോ, എനിക്കിത് സത്യമാണോ എന്നറിയില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ സിനിമ വായിച്ച് അത് ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട് അതിന് വേണ്ടി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങി പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ പാട്ടും പാടി അഭിനയിച്ച നടൻ, ഇതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി അങ്ങനെയാണോ? ആ കഥ വായിച്ച് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ദുൽഖർ പ്രൊഡക്ഷൻ തുടങ്ങിയതാണോ, അല്ല അതോ? 90% കാര്യങ്ങളും കറക്റ്റ് ആണ്. നമ്മുടെ കഥ കേട്ടിട്ടല്ല ദുൽഖർ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയത്. ഒബ്വിയസ്ലി ഒരു പ്രൊഡക്ഷൻ കമ്പനി പ്ലാൻ ഉണ്ടായിരുന്നു, അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു സിനിമ തുടങ്ങാനുള്ള പരിപാടികൾ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിനിമ അവിടെ എത്തുന്നത്. ബാക്കിയെല്ലാം സത്യമാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ കൂട്ടുകാരനാണ് ചെയ്യുന്നത്, നമ്മുടെ ടീമിൽ പുള്ളിക്ക് കോൺഫിഡൻസ്, നമ്മുടെ പാട്ടുകൾ കേട്ടു, അങ്ങനെ ബാക്കിയെല്ലാം കറക്റ്റാണ്. അത് ആ പാട്ടുണ്ടല്ലോ മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായെ, അത് ദുൽഖറിനെ കൊണ്ട് പാടിക്കാനായ കാരണം എന്തായിരുന്നു? അത് ഒരു പെപ്പി പരിപാടി ഉണ്ട്. അതില് ശ്രീഹരിയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനെ പാടിയിരുന്നത്.
അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് ദുൽഖറിൻ്റെ വോയിസിൽ കേട്ടാൽ രസമായിരിക്കില്ലേ എന്ന് തോന്നും. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ചുമ്മാ ആ വോയിസ് മോഡുലേഷൻ വെച്ചൊന്ന് ശ്രീഹരി ഇങ്ങനെ ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പം അതിന് രസമുണ്ട്. പിന്നെ ഒബ്വിയസ്ലി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ ഇത്രയും ആൾക്കാരെ കൂടുതൽ കേട്ടതും ഇത്രയും അതിനെ രസമായിട്ട് ആൾക്കാരെ ഏറ്റെടുത്തതും ദുൽഖറിൻ്റെ വോയിസിൽ വന്നുകൊണ്ട് തന്നെയാണ്. അപ്പം പുള്ളിക്കും അത് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കും അത് പാടാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പം അങ്ങനെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ പാട്ടിന്റെ സമയത്ത് ഇതിന്റെ ലിറിക്സിനെ പറ്റി അന്വേഷിച്ചപ്പോ ഇത് ഫേസ്ബുക്കിൽ ഒരാൾ ഇട്ട പോസ്റ്റാണ്. ഫേസ്ബുക്ക് അന്ന് ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിരുന്നു പുള്ളിയുടെ. ആള് കാമുകിയെ ഓർത്തെന്തോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അല്ല അങ്ങനെ എന്തോ പുള്ളി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് അന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു, ഞാൻ എന്റെ പേര് മറന്നു. അപ്പൊ സാറ ആപ്പ്, നമ്മുടെ അനോണിമസ് മെസ്സേജസ് അയക്കുന്ന ഷിഹാസ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ഈ ഉണ്ണിമായ ഇത് പോസ്റ്റ് ആക്കി ഫേസ്ബുക്കിൽ ആരാണ് എഴുതിയെന്ന് അറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ആരാണ് എഴുതിയും കണ്ടുപിടിച്ച് അതിനെ പാട്ടാക്കി രണ്ടുപേരുടെയും കൺസേണോട് കൂടിയിട്ട് അത് പാട്ടാക്കി മാറ്റിയതാണ്. അത് ആ പാട്ടിന് കൊടുത്തൊരു ഔട്ട്ലൈൻ കാണുമല്ലോ, അന്ന് ഈ പാട്ട് ഇങ്ങനത്തെ ഒരു പാട്ടാണ് ശ്രീഹരി എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട് അതെന്തായിരുന്നു? അല്ല, ഈ ലിറിക്സ് കൊടുത്തിട്ട് ട്യൂൺ ചെയ്തതാണ്. അങ്ങനെ ചെയ്താണ്. ഈ ശ്രീഹരി എപ്പോഴും അടിപൊളിയാവുന്നത് ലിറിക്സ് കൊടുത്ത് ട്യൂൺ ചെയ്യുമ്പോഴാണ്. ഓള് എന്ന് പറയുന്ന പാട്ട് മണിയറയിലെ തന്നെ ഞാൻ ലിറിക്സ് എഴുതി കൊടുത്ത് പുള്ളി ട്യൂൺ ചെയ്തതാണ്. ഇപ്പൊ ഹിറ്റായ തട്ടത്തില് ഷറഫു ലിറിക്സ് എഴുതിയിട്ട് ശ്രീഹരി ട്യൂൺ ചെയ്ത അങ്ങനെ വന്നാണ്. പുള്ളി ആ കാര്യത്തിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. ഒരു അടിപൊളി പരിപാടി. അല്ല, അത് ശ്രീഹരിയുടെ ഞാൻ മനസ്സിലാക്കിയ ഞങ്ങൾ 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 8 വർഷത്തെ സൗഹൃദമാണ്. ഒരു 4 വരി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗംഭീര പാട്ടാക്കാൻ കഴിവുള്ളൊരു മ്യൂസിക് ഡയറക്ടറും പാട്ടുകാരനും കൂടിയാണ് ശ്രീഹരി. അതുപോലെ ഇതിലെ പാട്ട് കേട്ടോ ഭയങ്കര രസമാണ്. അതായത് പാട്ട് കേട്ടിരിക്കുമ്പോ ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്ത പോലെ കേട്ടിരിക്കുമ്പോ നമുക്ക് പ്രേമിക്കാൻ തോന്നുന്നൊക്കെ പറഞ്ഞ പോലെ ആ പ്രേമിച്ച കാലത്തിലോട്ടൊക്കെ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീല്, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതില് അഭിലാഷത്തിന്റെ ഈ പ്രൊമോഷൻസിലൊക്കെ പ്രേമത്തിനെ കുറിച്ച് പ്രണയത്തിനെ കുറിച്ച് ഒരുപാട് ഫസ്റ്റ് ലവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഫസ്റ്റ് ലവ് മെമ്മറി പറയാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടാ? ഓർക്കാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. അടിക്കാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ല, നടുക്ക് ഇരിക്കാതിരുന്നിട്ടും കാര്യമില്ല. ചോദിക്കാണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അല്ല, എനിക്കൊന്ന് തൻവി പറയട്ടോ. എന്ന് വെച്ചാല് അർജുൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കോളേജിലൊക്കെ പോയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ റിപ്പീറ്റ് ആവും. ഇതിൽ കല്യാണം കഴിയാത്ത ഞാനേ ഉള്ളൂ, അതുകൊണ്ട് പറയട്ടെ. ഫസ്റ്റ് ലവിന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. വീട്ടിലേക്ക് തിരിച്ചു കയറിച്ചെല്ലേണ്ടതാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ലവ് 6ാം ക്ലാസ്സിലായിരുന്നു. കൊച്ചിന്റെ പേരൊന്നും പറയാനുള്ള വേണ്ട, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിൽ. അപ്പൊ അത് സ്കൂളില് നമുക്ക് സ്നേഹം തോന്നി തുടങ്ങുന്ന ഒരു പ്രായമൊക്കെ മറ്റേ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടോട്ടാ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ഒതുക്കത്തിൽ ഇങ്ങനെ ചെറിയ ചിരിയും പരിപാടിയൊക്കെ വെച്ച് എടുത്തോണ്ടിരിക്കുന്ന സമയം സ്കൂളിൽ പൊക്കി. അപ്പൊ ഞങ്ങൾ 3 ഫ്രണ്ട്സാണ്, നെഹമാൻ, ഞാൻ, അരുൺ എന്ന് പറഞ്ഞിട്ട് അരുൺജിത്ത്. അപ്പൊ ഇവര് നമ്മള് 3 പേരെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ശല്യം സഹിക്കാണ്ട് ഈ 3 പേര് പോയി കംപ്ലൈന്റ് ചെയ്ത് ടീച്ചർ ക്ലാസ്സിൽ കയറി. 6ാം ക്ലാസ്സിൽ എനിക്ക് ഹാപ്പിയായിരുന്നു. കംപ്ലൈന്റ് ആയിട്ട് ബെഞ്ചിനെ വിളിച്ചിട്ട് ഇഷ്ടം പറഞ്ഞിരുന്നു. പറയേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാവില്ല. ഒബ്വിയസ്ലി ഇത്രയും ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ അങ്ങനെ അത് കുറച്ച് ഈ നടനൊക്കെ ആയി കഴിഞ്ഞപ്പോ പുള്ളിക്കാരി മെസ്സേജ് ചെയ്യോ വിളിക്കോ ഒന്നുമല്ലേ? ഒന്നും കോണ്ടാക്ട് ചെയ്തില്ല. അർജുനെ ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് പോലും വന്നില്ല? മറ്റേ സാറാപ്പ് ഇപ്പോഴും ഉണ്ടാവോ? നമുക്കൊരു അനോണിമസ് മെസ്സേജ് ട്രൈ ചെയ്ത് നോക്കിയാലോ, ചിലപ്പോ വന്നാലോ. സായി ചേട്ടാ, ആദ്യ പ്രണയം ഒന്ന് ഓർത്ത് നോക്കൂ. ആദ്യ പ്രണയമൊക്കെ പലരോടും തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ആദ്യത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിലൊന്നും സക്സസ്ഫുൾ അല്ലായിരുന്നു, എല്ലാം 1 വേ ട്രാഫിക് ആയത് കാരണം. ആദ്യ പ്രണയം സക്സസ്ഫുൾ ആവരുത് സായി ചേട്ടാ, അല്ലേ? ആദ്യ പ്രണയം സക്സസ്ഫുൾ രണ്ടാമത്തേതാണല്ലോ, മൂന്നാമത്തെ സക്സസ്ഫുൾ ആയത്. അത് പക്ഷെ അല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ. ആദ്യത്തെ പ്രണയം പൊട്ടണം, പഠിക്കണം. അല്ല, ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് അനുഭവിച്ച ആളാണ്. 10-15 1 വേ ട്രാഫിക് ഇതുണ്ടായിട്ട് 10-15 അല്ല ഇഷ്ടം തോന്നി. അത് നമ്മള് ചിലവരോടൊക്കെ അറിയിച്ചു, അപ്പൊ അവർക്ക് താല്പര്യമില്ല. ഇത് 15 കഥ. വീണ്ടും ഞാൻ പ്രൊമോഷൻ മനസ്സിലായില്ല അഭിലാഷ് എന്തുകൊണ്ട് വീണ്ടും പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അങ്ങനെ അവസാനം ഇപ്പൊ കല്യാണം കഴിച്ച ആള് മാത്രമാണ് ഓക്കെ പറഞ്ഞത്, എന്നെ ഇഷ്ടാന്ന് പറഞ്ഞത്.
ഓ, 10-15 പേരിൽ ഒരാളാണ് അനുചേച്ചി. അതെ 15ാമത്തെ. അല്ല, അപ്പൊ ഈ അനുചേച്ചി ആണ് ആദ്യമായിട്ട് പറയുന്നത്. അതെന്താ, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ആക്ടിങ് പഠിച്ചോളൂ കേട്ടോ, കാരണം ഈ കോർഡിനേഷൻ അങ്ങ് ശരിയാവുന്നില്ല. അനുചേച്ചി ആദ്യം കണ്ടിട്ട് ഇത് കൊള്ളാട്ടോ, ഇത് സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ സിനിമ ഏതായിരുന്നു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല അങ്ങനെ. അത് ഞാൻ ഇനിയിപ്പം എന്താണ് ഓവർ കോൺഫിഡന്റ് ആകുമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ അടുത്ത് വന്ന സിനിമകളിലൊക്കെ പുള്ളിക്കാരത്തി ഹാപ്പിയാണ്. അതായത് ഞാൻ മോശമാക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലൈനാണ്. നെഗറ്റീവ് കമന്റ് പറയാനില്ല. നെഗറ്റീവ് കുറച്ച് നാളായി പറഞ്ഞിട്ട്. ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോ തൊട്ട് നെഗറ്റീവ് ഒന്നും പറയാറില്ല. അതിന് മുമ്പ് വരെയൊക്കെ. പക്ഷെ ഈ പറഞ്ഞ മുല്ലയിലും കർമ്മയോഗിയൊക്കെ കണ്ടിട്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അന്ന് നല്ലത് കേൾക്കേണ്ടത് എന്റെ കൂടെ ഭയങ്കര ആവശ്യമാണ്. വെച്ചാല് നാട്ടുകാരൊന്നും പറയുന്നില്ല, വീട്ടുകാരെങ്കിലും പറയണ്ടെന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം പിന്നെ കുറച്ച് നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഓഡിയൻസും ഈ പറഞ്ഞ പോലെ കുറെ പേരൊക്കെ നല്ലത് പറയാൻ തുടങ്ങി അങ്ങനെ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഓവർ കോൺഫിഡന്റ് ഒന്നും ആയിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ ലിമിറ്റേഷൻസ് അറിയാം. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, അതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട്. ഈ കണ്ണൊരു ലിമിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് വലിയ കണ്ണാണ്, ഭയങ്കര എക്സ്പ്രസീവ് ഐസാണ്. അപ്പൊ നമുക്ക് അതായത് കണ്ണ് വെച്ചിട്ട് ഒരിച്ചിരി അങ്ങോട്ട് മാറിപ്പോയ ഓവറായി പോകുന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, അങ്ങനെ തോന്നാറുണ്ടോ? ഇതെന്താ സംഭവിച്ചാൽ ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഈ കണ്ണിന്റെ കുറച്ച് അങ്ങോട്ടായാൽ അർത്ഥം മാറിപ്പോവും. അല്ല, അർത്ഥമല്ല, ഭയങ്കര എക്സ്പ്രസീവ് ആയി പോകും. ഓവറായാം അല്ലെ. പക്ഷെ അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മള് ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മീറ്റർ നമുക്ക് കിട്ടുമല്ലോ. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ മീറ്ററിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീഴും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അത് കണ്ണിന്റെ എത്രയാണ് ഈ പോള തുറക്കേണ്ടതെന്ന് വരെ നമുക്ക് അത് നമ്മൾ സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടാണ്. ഇപ്പം ഒരു വിഷ് ലിസ്റ്റ് ഞാൻ പറയാം. മണിരത്നം, സത്യൻ അന്തിക്കാട്, ഷാജി കൈലാസ്, ഈ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വിഷ് ലിസ്റ്റ് എഴുതി വെച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അത് എല്ലാ പേരും ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ പേരും ഉണ്ടായിരുന്നു, എല്ലാ ഡയറക്ടേഴ്സിന്റെ പേരുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാ പേരും ഈ പറഞ്ഞ 3 പേരും ഷാജി സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ വിഷ് ലിസ്റ്റിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇപ്പൊ ആ വിഷ് ലിസ്റ്റിൽ ആരും ഇല്ല. എന്ന് വെച്ചാല് ഇതൊക്കെ ഹിറ്റ് മേക്കേഴ്സിന്റെ ലിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ സ്ട്രഗിൾ ആയിരുന്നു അന്ന്. അപ്പം ഇവരുടെയൊക്കെ പടത്തിൽ അഭിനയിക്കണം, അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ടാണ് ഈ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ എന്ന് വെച്ചാല് വലിയ ഹിറ്റ് മേക്കേഴ്സ് ഒന്നും എന്നെ വെച്ച് പടം ചെയ്യുന്നൊന്നുമില്ല. ഈ പറഞ്ഞ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർ ഒന്നില്ലേ പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ ഷംസുനെ പോലെ റിലേറ്റീവ്ലി പുതുമുഖങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. എന്നോട് ഞാൻ ഓരോ പടം ചെയ്യുമ്പോഴത്തേക്കും ആ ഡയറക്ടറുടെ അതിന് മുമ്പുള്ള പടം ചില ബോക്സ് ഓഫീസിൽ അത്ര സക്സസ്ഫുൾ ആയി കാണില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്നോട് പറയും ആദ്യത്തെ പടം അറിയാവോ വർക്കൗട്ട് ആയിട്ടില്ല. എന്റെ സംബന്ധിച്ചാല് ഞാൻ ഈ പാസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ അവരുടെ ആ സിനിമ കാണുപോലും ഇല്ല. എനിക്ക് അവരെന്നോട് ഇപ്പൊ പറഞ്ഞ സബ്ജക്റ്റാണ് എന്നെ ഹുക്ക് ചെയ്യുന്നത്. അതെ, അപ്പൊ ഞാനത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല സിനിമകൾ കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് അഭിലാഷം നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഞാൻ ഷംസു എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒരു ഗട്ട് ഫീലാണ്. ഞാൻ അഭിലാഷം അല്ലെങ്കിൽ ജെസ്സി ചെയ്യണ സമയത്ത് ഞാൻ മണിയറ അശോകൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിനുശേഷം ഞാൻ കണ്ടത്. അതെ. അപ്പം ചിലപ്പോൾ പുതുമുഖ സംവിധായകര് ഇവരൊക്കെ എങ്ങനെ സിനിമ ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപൂർവം ചിലവരൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണിച്ചു തരും. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗട്ട് ഫീലാണ്. നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഇനി അവർ നല്ലപോലെ മേക്ക് ചെയ്യുമായിരിക്കും, അങ്ങനെയാണല്ലോ പോയി അഭിനയിക്കുന്നത്. അപ്പൊ അതിൻ്റെ ചിലത് പാളും, ചിലത് നന്നായിട്ട് വരും. പാളുമ്പോഴത്തേക്കും എന്ത് കണ്ടിട്ടാണെന്ന് പല ആൾക്കാരും പറയും, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് സിനിമ ചെയ്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് അവർ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊരു എക്സിക്യൂഷൻ ലെവലിലേക്ക് വന്നപ്പം ഇത് ഇങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. അത് അവരുടെയും കുഴപ്പം കാണൂല, അതിനകത്ത് കുറെ ഹിൻഡ്രൻസസ് വേറെയും കാണുമല്ലോ. അതായത് ബഡ്ജറ്റ് ചിലപ്പം കുറച്ചുകൂടെ ചുരുങ്ങും, അങ്ങനെയൊക്കെ സംഭവിക്കില്ല. അപ്പൊ അവരും ലിമിറ്റഡ് സോഴ്സ് വെച്ച് പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെയും വരാം.
ഇപ്പം സിനിമയെ കുറിച്ച് ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കഥ വന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, ഇത് വർക്ക് ആവോ, നമുക്കൊരു സംശയം ചോദിക്കാനൊന്നും അങ്ങനെ ഒരു ഇപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആരോടത് ചോദിക്കുക? അതായത് സിനിമ റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇന്ന ആളെ വിളിച്ച് ചോദിക്കാം എന്ന് തോന്നി, ആരോടത് ചോദിക്കുക? ഞാൻ ആദ്യമൊക്കെ നമ്മുടെ രതീഷ് അമ്പാട്ടില്ലേ, അദ്ദേഹത്തിനോട് വെച്ചാൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ രതീഷ് ഏട്ടന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാല് എന്നെ പോലെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിന്റെ ഡെന്നായിരുന്നു. രതീഷ് ഏട്ടനൊക്കെ പോയിരിക്കുക, രതീഷ് ഏട്ടൻ പഴയ കഥകളൊക്കെ പറയും. പിന്നെ നമുക്ക് ആ സമയത്ത് വിഷമമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ രതീഷ് ഏട്ടൻ പറയും. അപ്പൊ രതീഷ് ഏട്ടൻ അതിനെ ഒരു ഓപ്റ്റിമിസ്റ്റിക് രീതിയിൽ അത് അതുകൊണ്ടായിരിക്കില്ല, അത് ഇതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു വെന്റ് ഔട്ട് സ്ഥലമായിരുന്നു. അതെ അതെ അതെ. അപ്പൊ രതീഷ് ഏട്ടനായിരുന്നു ഞങ്ങളുടെ ഒരു 4-5 പേരുടെ ഒരു ഗുരു എന്ന് പറഞ്ഞ പോലത്തെ ഒരാള് കുറച്ച് നാളത്തേക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മള് ഒരു പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, ഇത് ചെയ്യണോ വേണ്ടയോ. അതിനുശേഷം ഒരു സംവിധായകനെയോ അല്ലെങ്കിൽ റൈറ്ററെയോ ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഡിസിഷനായിരുന്നു നമ്മൾ ആ പടം ചെയ്യാന്നുള്ളത്. ആ പടം ഓടിയില്ല, അത് ആരുടെയും കുഴപ്പമില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ മീനിങ് ഫുൾ സിനിമ ഒക്കെ ഇവിടെ ചിലപ്പം ഓടാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പിന്നെ അത് സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് നമ്മൾ ഇത് മിസ്സായി പോയല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് സമയമാണ് എല്ലാത്തിന്റെ. നമുക്കൊരു സമയം കാണില്ല, അതുപോലെ സിനിമയ്ക്ക് ഒരു സമയമുണ്ട്. അത് കറക്റ്റായിട്ട് ആ സമയത്ത് റിലീസായി ആൾക്കാരിലേക്ക് എത്തിയാൽ അത് വർക്കാണ്. ഇതിപ്പോ സിനിമയുടെ സമയം പറഞ്ഞപ്പോ ഈ സിനിമയുടെ അതേ സമയത്ത് തന്നെ ഇറങ്ങുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിരുന്നു. അതായത് എമ്പുരാന്റെ കൂടെ തന്നെ അഭിലാഷവും ഇറങ്ങുന്നത് അത് അവർക്കുള്ള കോൺഫിഡൻസ് ആണ്, മാറ്റി വെക്കാത്തത് എന്ന്. അത് നിങ്ങളായിട്ട് ഇറക്കിയതാണോ? ഞാനല്ല. ആ കോൺഫിഡൻസ് എന്താ ഫൈനലി ടു വൈൻഡ് അപ്പ്? അഭിലാഷത്തിലുള്ള ഒരു കോൺഫിഡൻസ്. അഭിലാഷത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എമ്പുരാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, എമ്പുരാന്റെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ലൂസിഫർ റിലീസാവുന്ന സമയത്ത് ഞാൻ അത് തിയേറ്ററിൽ പോയി കാണുവാണ്. അന്ന് ഞാൻ സംവിധായകനായിട്ടില്ല. എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ആലുവ തിയേറ്ററിൽ പോയിട്ട് ഞാൻ കാണുന്നത്. ലൂസിഫർ ഇറങ്ങി 1 മാസം കഴിയുമ്പോഴാണ് മണലക്ഷകം ഷൂട്ട് ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ആയിട്ട് കാണുന്നത് ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ സിനിമ ഇറങ്ങാന്നുള്ള ഞാൻ ഭയങ്കര ഗ്രോത്തും പ്രൗഡായിട്ടാണ് കാണുന്നത്. ഒബ്വിയസ്ലി ഞാൻ അതിൻ്റെ കൂടെ ഫാൻ ഷോ 6 മണിക്ക് ഞാൻ ആദ്യം പോയി കാണും, 27-ന്, നമ്മൾ 29-നാണ്. അപ്പം ഞാനതിനെ അങ്ങനെ എൻ്റെ ഗ്രോത്ത് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ കണ്ടന്റിൽ ഒരു വിശ്വാസമുണ്ട്. ഒരു നല്ല സിനിമയാണ് അഭിലാഷം എന്നുള്ളൊരു ഉറപ്പുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. എമ്പുരാൻ പോലൊരു സിനിമ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നൊരു ശീലമുള്ള സമയത്ത് അതിൻ്റെ കൂടെ നമ്മുടെ സിനിമയും കൂടെ വരുമ്പം ആൾക്കാരത് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇഷ്ടപ്പെടും. അതാണ് അഭിലാഷം. ഇഷ്ടപ്പെടട്ടെ. പെരുന്നാളിന്റെ ഹാപ്പിനെസ്സോട് കൂടി അഭിലാഷവും അങ്ങ് സക്സസ്ഫുൾ ആവട്ടെ, ഹിറ്റ് ആവട്ടെ. ഞങ്ങൾ തിയേറ്ററിൽ പോയി കൈയടിച്ചേക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.